സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകൾ. സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളെ നോക്കാം. സാർജന്റ് കമ്മീഷൻ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വിദ്യാഭ്യാസ ഘട്ടങ്ങളെപ്പറ്റി പഠിക്കുവാൻ നിയമിച്ച പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ഒന്നായിരുന്നു സാർജന്റ് കമ്മീഷൻ. ഇന്ത്യ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷനായിരുന്ന ജോൺ സാർജന്റ് ആണ് സാർജന്റ് കമ്മീഷന് നേതൃത്വം നൽകിയത്. സാർജന്റ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യാനന്തരം പ്രധാനമായിട്ടും 3 കമ്മീഷനുകളാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ഗവൺമെന്റ് നിയമിച്ചത്. ഒന്നാമത്തെ കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948 രാധാകൃഷ്ണൻ കമ്മീഷനെ നിയമിക്കുന്നത്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു ലക്ഷ്യം. കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC രൂപീകരിക്കുക എന്നിവയാണ്. 2. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 1952 കമ്മീഷനെ നിയമിക്കുന്നത്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകളാണ്: ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക എന്നിവ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 1964 DS കോത്താരി കമ്മീഷൻ നിയമിക്കപ്പെടുന്നത്. ലക്ഷ്യം വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റിയുള്ള നിർദ്ദേശമാണ്. കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ: 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നിവയാണ്. ഡോക്ടർ DS കോത്താരിയുടെ പ്രധാനപ്പെട്ട പ്രസ്താവനയാണ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നുള്ളത്.